ഏറെക്കാലം ഉണ്ടാകില്ല. ഉറപ്പിക്കാം. RSSനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന അവരുമായിട്ട് എന്ത് ചങ്ങാത്തം ആയിക്കോട്ടെ, ആ ചങ്ങാത്തം കൊള്ളാൻ പോകുന്ന ഒരാൾക്ക് കേരളത്തിലെ LDF ഭരിക്കുന്ന കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് പോകാൻ അവകാശമില്ല. തുടക്കം മുതൽ CPIയുടെ നിലപാട് ഉറച്ചതാണ്. RSS ബന്ധം ആരോപിക്കപ്പെടുന്ന ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണം. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ബിനോയ് വിശ്വം CPIയുടെ നിലപാട് അറിയിച്ചിട്ടും പാർലമെന്ററി യോഗത്തിൽ മന്ത്രി K രാജൻ മുന്നണിയുടെ പ്രതിസന്ധി അവതരിപ്പിച്ചിട്ടും ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല പിണറായി വിജയൻ. ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് CPI നീക്കമിടുന്നത്. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം കടന്നാക്രമിക്കുമെന്ന് ഉറപ്പാണ്. ചെറുക്കേണ്ട ബാധ്യതയുള്ള CPI അംഗങ്ങൾ മൗനം പാലിച്ചേക്കും. ഉടൻ ADGPയെ മാറ്റിയില്ലെങ്കിൽ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് യുവജന സംഘടനയായ AYF-ലെയും ആലോചന. CPI കടലാസ് പുലി പോലും അല്ലെന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് കേരള കോൺഗ്രസ് തന്നെ പറയുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് അണികളുടെ മുന്നിലെങ്കിലും കരുത്തു കാട്ടിയേ തീരൂ. അതിന് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുന്നതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ പോലും ആകില്ല. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.